ദേശാഭിമാനി മുഖപ്രസംഗം 2024 ഡിസംബർ 10. കർഷകരെ ശത്രുക്കളായി പ്രഖ്യാപിച്ച് BJP. രാജ്യത്തെ അന്നദാതാക്കളായ കർഷകരോടുള്ള BJPയുടെയും സംഘപരിവാറിൻ്റെയും ശത്രുതാപരമായ നിലപാട് ഐതിഹാസികമായ കർഷക സമരത്തിന് ശേഷവും മാറ്റമില്ലാതെ തുടരുകയാണ്. ഉത്തർപ്രദേശിലെ നോയിഡയിലും പഞ്ചാബ് ഹരിയാന അതിർത്തിയായ ശംഭുവിലും കഴിഞ്ഞ ദിവസങ്ങളിൽ കർഷകർക്ക് നേരെ പോലീസ് നടത്തിയ അതിക്രമങ്ങൾ BJPയുടെ കർഷക വിരുദ്ധ നിലപാടിനെ കൂടുതൽ തുറന്നുകാട്ടുകയാണ്. ഹരിയാനയിലും UPയിലും BJPയാണ് അധികാരത്തിൽ. ഭരണാധികാരികളുടെ കൃത്യമായ നിർദ്ദേശപ്രകാരമാണ് ഇരു സംസ്ഥാനങ്ങളിലും കർഷകരെ വേട്ടയാടിയത്. UPയിലെ ഗ്രേറ്റർ നോയിഡ മേഖലകളിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി അഖിലേന്ത്യാ കിസാൻ സഭയുടെ നേതൃത്വത്തിൽ കർഷകർ പ്രക്ഷോഭത്തിലാണ്. ഡൽഹിയുടെ ഉപഗ്രഹ നഗരങ്ങളായി വികസിച്ച പ്രദേശങ്ങളാണ് നോയിഡയും ഗ്രേറ്റർ നോയിഡയും. നഗരവൽക്കരണത്തിന് മുമ്പ് ഈ പ്രദേശങ്ങൾ ഫലഭൂയിഷ്ടമായ കൃഷിയിടങ്ങളായിരുന്നു. 1997 മുതൽ ഗ്രേറ്റർ നോയിഡയിലെ 45 ഗ്രാമത്തിൽ നിന്നായി റിയൽ എസ്റ്റേറ്റ് വികസനത്തിനെന്ന പേരിൽ കർഷകരിൽ നിന്ന് സർക്കാർ ഘട്ടം ഘട്ടമായി ഭൂമി ഏറ്റെടുത്തു. 1977 മുതൽ 2002 വരെയുള്ള BJP ഭരണത്തിലാണ് ഭൂമി കൂടുതലായി ഏറ്റെടുത്തത്. ഭൂമി നഷ്ടമായ കർഷകർക്ക് പല വാഗ്ദാനങ്ങളും സർക്കാർ നൽകിയിരുന്നു. ഗ്രേറ്റർ നോയിഡയും സമീപ പ്രദേശങ്ങളും നഗരമേഖലയായി വളർന്നതിന് ശേഷവും കർഷകർക്ക് നൽകിയ ഉറപ്പുകൾ പാലിക്കാൻ BJP സർക്കാർ തയ്യാറായില്ല. 2017 യോഗി ആദിത്യനാഥ് മുഖ്യമന്ത്രിയായതിനു ശേഷം പലപ്പോഴായി കർഷകർ തങ്ങളുടെ ആവശ്യങ്ങൾ ഉന്നയിച്ച് സമരങ്ങൾ സംഘടിപ്പിച്ചിരുന്നു. കിസാൻ സഭ സമരങ്ങളുടെ നേതൃത്വം ഏറ്റെടുത്തതു മുതൽ പ്രക്ഷോഭങ്ങളുടെ തീവ്രത വർദ്ധിച്ചു. റിയൽ എസ്റ്റേറ്റ് വികസനത്തിനായി ഏറ്റെടുത്ത പ്ലോട്ടുകളിൽ 10% കർഷകർക്ക് അനുവദിക്കുക, 2013 ഭൂമി ഏറ്റെടുക്കൽ നിയമപ്രകാരം ഗ്രാമങ്ങളിലെ സർക്കിൾ റേറ്റ് 4 ഇരട്ടിയായി വർദ്ധിപ്പിക്കുക, ഏറ്റെടുത്ത ഓരോ ചതുരശ്ര മീറ്റർ ഭൂമിക്കും 24,000 രൂപ എന്ന തോതിൽ നഷ്ടപരിഹാരം, എല്ലാ പാർപ്പിട പദ്ധതികളിലും 17.5% കർഷക കോട്ട ഉറപ്പാക്കുക, പ്ലോട്ടുകളുടെ കുറഞ്ഞ വിസ്തീർണം 120 ചതുരശ്ര മീറ്റർ എന്ന നയം പുനഃസ്ഥാപിക്കുക, എല്ലാ ഭൂരഹിത കുടുംബങ്ങൾക്കും 40 ചതുരശ്ര മീറ്റർ പ്ലോട്ട്, നിർബന്ധിത തൊഴിൽ നയം നടപ്പാക്കുക എന്നീ ആവശ്യങ്ങളാണ് കർഷകർ മുന്നോട്ട് വയ്ക്കുന്നത്. ആവശ്യങ്ങൾ നടപ്പാക്കാമെന്ന അധികാരികളുടെ ഉറപ്പിലായിരുന്നു റോഡ് ഉപരോധമടക്കം മുമ്പ് പലപ്പോഴായി നടത്തിയ പ്രക്ഷോഭങ്ങൾ കർഷകർ പിൻവലിച്ചത്. എന്നാൽ ഒരു ഘട്ടത്തിൽ പോലും ഉറപ്പുകൾ പാലിക്കാൻ സർക്കാർ കൂട്ടാക്കിയില്ല. ഇതോടെയാണ് കിസാൻ സഭയുടെ നേതൃത്വത്തിൽ ഒരാഴ്ച മുമ്പ് കർഷകർ വീണ്ടും സമരം പുനരാരംഭിച്ചത്. കിസാൻ സഭ ഗ്രേറ്റർ നോയിഡ പ്രസിഡന്റ് രൂപേഷ് വർമ്മയും മറ്റുമാണ് സമരത്തിന്റെ നേതൃത്വത്തിലുള്ളത്. രാകേഷ് ടിക്കായത്തിന്റെ BKE അടക്കമുള്ള സംഘടനകളും പിന്തുണയ്ക്കുന്നുണ്ട്. സ്ത്രീകളുടെ വലിയ പങ്കാളിത്തം കൊണ്ടുകൂടി ശ്രദ്ധേയമാണ് ഗ്രേറ്റർ നോയിഡയിലെ പ്രക്ഷോഭം. കഴിഞ്ഞയാഴ്ച ഡൽഹി അതിർത്തിയിലേക്ക് മാർച്ച് ചെയ്ത കർഷകരെ പോലീസ് തടഞ്ഞു. സ്ത്രീ സമരക്കാരെ പുരുഷ പോലീസ് ക്രൂരമായി മർദ്ദിക്കുകയും വലിച്ചിഴക്കുകയും ചെയ്തു. കർഷകരെ ബലമായി അറസ്റ്റ് ചെയ്ത് നീക്കി. പോലീസിന്റെ അടിച്ചമർത്തലിനെതിരായി വലിയ പ്രതിഷേധം ഉയർന്നതോടെ കർഷകരെ വിട്ടയച്ചു. ഇതോടെ സമരം പുനരാരംഭിക്കാൻ കർഷകർ തീരുമാനിച്ചു. ഇത് തടയുന്നതിനായി പോലീസ് രാത്രിയിൽ വീടുകളിലെത്തി കർഷകരെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു. നിരവധി കർഷക നേതാക്കളെ വീട്ടുതടങ്കലിലാക്കി. കർഷകർ നിലവിൽ ജയിലിൽ നിരാഹാരത്തിലാണ്. ജയിലിൽ സമരത്തിലുള്ള കർഷകരെ കാണുന്നതിനായി MPമാരും MLAമാരും അടക്കമുള്ള പ്രതിപക്ഷ നേതാക്കൾ എത്തിയിട്ടും അനുവദിച്ചില്ല. കർഷക സമരത്തിന് പൂർണ്ണ പിന്തുണ അറിയിച്ചുകൊണ്ട് CPIM അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ രംഗത്ത് വന്നിട്ടുണ്ട്. ജയിലിലുള്ളവരെ വിട്ടയക്കുകയും ആവശ്യങ്ങൾ അംഗീകരിക്കുകയും ചെയ്തില്ലെങ്കിൽ ഡിസംബറിലെ തണുപ്പിലും ഗ്രേറ്റർ നോയിഡയിലെ കർഷക സമരത്തിന് വീണ്ടും ചൂടുപിടിക്കും. പഞ്ചാബ് അതിർത്തിയിൽ ഹരിയാന പോലീസാണ് കർഷകരെ ക്രൂരമായി നേരിട്ടത്. മിനിമം താങ്ങുവില നിയമാനുസൃതമായി ഉറപ്പാക്കുന്ന അടക്കമുള്ള ആവശ്യങ്ങൾ ഉയർത്തി ഒരു വിഭാഗം കർഷക സംഘടനകൾ ഡൽഹിയിലേക്ക് പ്രഖ്യാപിച്ച മാർച്ച് തടയുകയായിരുന്നു ലക്ഷ്യം. സമാധാനപരമായ മാർച്ചിന് നേർക്ക് പോലീസ് നടത്തിയ കണ്ണീർവാതക പ്രയോഗത്തിലും മറ്റും നിരവധി പേർക്ക് പരിക്കേറ്റു. നിലവിൽ ഹരിയാന, UP, രാജസ്ഥാൻ എന്നിങ്ങനെ ഡൽഹിക്ക് ചുറ്റുമായുള്ള 3 സംസ്ഥാനങ്ങളിലും BJPയാണ് ഭരണത്തിൽ. രാജ്യതലസ്ഥാനത്തേക്ക് വീണ്ടും ഒരിക്കൽ കൂടി കർഷകർ സമരവുമായി എത്തുന്നത് തടയാൻ ഈ 3 സംസ്ഥാനങ്ങൾക്കും കേന്ദ്രം നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് വേണം അനുമാനിക്കാൻ. ഐതിഹാസികമായ കർഷക സമരം ഒത്തുതീർപ്പായ ഘട്ടത്തിൽ കേന്ദ്രം നൽകിയ ഉറപ്പുകളൊന്നും തന്നെ ഇതുവരെ പാലിക്കപ്പെട്ടിട്ടില്ല. അദാനി പോലുള്ള വ്യവസായികൾക്കായി എല്ലാ ഒത്താശയും ചെയ്യുന്ന BJP സർക്കാരാണ് കർഷകരെ ശത്രുക്കളായി കാണുന്നത്. സംഘപരിവാറിന്റെ കർഷക വിരുദ്ധ നിലപാടിൽ തിരുത്തലുണ്ടായില്ലെങ്കിൽ കർഷക സംഘടനകളുടെ കൂട്ടായ സമര പ്രക്ഷോഭങ്ങൾ രാജ്യത്ത് വീണ്ടും കരുത്താർജിക്കുമെന്ന് തീർച്ച.